ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വലിയൊരു വെട്ടിയായിട്ടാണ്. സംഭവം തിരുവല്ലിപ്പള്ളുണ്ട്. DHL നിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത് തുറക്കലാണ് നമ്മുടെ വീഡിയോ. തുറക്കുന്നതിന്റെ കൂട്ടത്തില് ഇതെവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആ വന്ന വഴികളും അതിന്റെ കഥകളൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് പൊട്ടിക്കാം. അപ്പൊ നമുക്കിത് പൊട്ടിക്കാം. കത്രിക. ഇനി ഇതിന്റെ കഥ കേൾക്കണ്ടേ? കഥ പറയാം. എൻ്റെ അനിയത്തി, ഞാൻ ഇറ്റലിയിലാണ്. എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരണു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തി നാട്ടിൽ നിന്ന് അവളുടെ അടുത്തേക്ക്, അവള് ലണ്ടനിലാണ്, അവളുടെ അടുത്തേക്ക് പാഴ്സൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവള് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോ ഇറ്റലിയിലേക്കുള്ള വിസ അവൾക്ക് കിട്ടിയില്ല. അപ്പൊ ഈ സാധനങ്ങൾ മുഴുവൻ അവിടെയായി. അവൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇത് DHL വഴി പാഴ്സൽ അയച്ചു. അവിടെ നിന്ന് ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് പാഴ്സൽ അയച്ചത്. പാഴ്സൽ അയച്ച് ഇവിടെ എത്തി കഴിഞ്ഞപ്പോ ഇവിടെ അവര് പറയണ് ഇവിടെയും പൈസ അടയ്ക്കണമെന്ന്. സാധനം കഷ്ടപ്പെട്ട് ഇവിടത്തോളം എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനു മുമ്പ് കുറെ വെരിഫിക്കേഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. സാധനം ഇവിടെ എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വിടാൻ തോന്നിയില്ല. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, പൈസ കൊടുത്തു. പൈസ കൊടുത്തത് 130 രൂപ, 130 യൂറോളം കൊടുത്തു. 130 യൂറോളം കൊടുത്തു കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്തു, സംഭവം മേടിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഓക്കെ ആണ്, വെരിഫിക്കേഷനൊക്കെ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് സാധനം എത്തിച്ചു. ഇപ്പൊ പൊട്ടിക്കുന്നു. സംഭവം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്തുകൊണ്ടത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് യൂറോപ്യൻ കൺട്രീസിലേക്ക് സാധനങ്ങൾ അയക്കാനായിട്ട് പൈസ വരില്ല. പക്ഷെ UK എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രിയിൽ പെടുന്ന ഒരു രാജ്യം അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും എമൗണ്ട്. നാട്ടിൽ നിന്നാണെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പെടാത്ത നാടുകളിൽ നിന്നായാലും യൂറോപ്യൻ കൺട്രീസിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. നിങ്ങളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പേപ്പർ ഇല്ലാത്തവർക്ക് ഇവിടെ ഒരിക്കലും സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് ഇങ്ങനെ പാഴ്സൽ കൊണ്ടുവരാൻ, ഈവൻ പൈസ ഓക്കെ, നമുക്ക് അത്യാവശ്യം ഒരു സാധനമാണ്, പൈസ എത്ര ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ കൂടിയും പേപ്പർ ഇല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. കാരണം ഡോക്യുമെന്റ് സബ്മിറ്റേഷൻ ഉണ്ട്. നമ്മുടെ പ്രൂഫ്, ആരുടെ പേരും അഡ്രസ്സാണോ കൊടുത്തത് അവരുടെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. വെറും പാസ്പോർട്ട് മാത്രം പോരാ ഇതിന് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് ഉള്ള ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുക. കാരണം ഡോക്യുമെന്റ് സബ്മിറ്റേഷൻ വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഒരിക്കലും വരരുത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറെ പെട്ടികളുണ്ടല്ലോ. ഒരു പെട്ടി അയച്ചു കഴിഞ്ഞു. വീണ്ടും ഒരു പെട്ടി. കവറോ? DHL വളരെ സേഫായിട്ട് സാധനങ്ങള്, എന്താ പറയാ, സാധനങ്ങള് മറ്റേ എൻ്റെ പൊന്നോ അയച്ചെടുക്കണേ. ഞാൻ മ്യൂസിക് ഒക്കെ ഞാൻ തന്നെ തോന്നിയിടുന്നു. സാധനം കാണാൻ മാത്രമൊന്നും ഇല്ല സത്യത്തില്, പക്ഷെ അത് പൊട്ടിക്കാനുള്ള ഒരു ആവേശം. നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ പപ്പയും മമ്മിയൊക്കെ വരുമ്പോ സാധനങ്ങള് പൊട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഗൾഫുകാർ വരുമ്പോ, അതാണ് സത്യത്തില്. ആദ്യം തന്നെ കിട്ടിയ സാധനം എന്താണെന്നറിയോ? അയ്യോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്നെ സഹായിക്കാൻ ഇവിടെ ഒരാൾ നിൽക്കണ്ടതാ. ഇതിന്റെ ഉള്ളിൽ ഒരു കവർ ഉണ്ട്. അത് കീറിയിരിക്കുമെന്ന് വെച്ചിട്ട് ആ കവറിന്റെ മേലക്കൂടെ വെച്ചിട്ട് ഒട്ടിച്ചേക്കണേ.
ഇത് പൊട്ടിച്ച് തീരുമ്പോഴേക്കും ഒരു വഴിയാവും ഞാൻ. ഓ ഓക്കെ, കാണിച്ചു തരാം സാധനങ്ങള്. ഇതാണ് സംഭവങ്ങള്. എന്റെ പിന്നെ കണ്ടാ, കണ്ടാ മനസ്സിലാവുമായിരിക്കും നമ്മുടെ ഇന്ത്യൻ സ്പൈസസ്. ഇതാണ് സാധനം വന്നിരിക്കുന്നു. മഞ്ഞപ്പൊടി, നല്ല നാടൻ മഞ്ഞളാണ് കേട്ടോ. വീട്ടില് മറ്റേ ഉണക്കി പൊടിച്ചെടുത്ത നല്ല നാടൻ മഞ്ഞളാണ്, കളറൊന്നും ഇല്ലാത്ത നല്ല നാടൻ മഞ്ഞള്. ഇത് കുത്തുമുളക്, ഇതും കുത്തുമുളക്. ഏലക്കായ, ഇത് പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അങ്ങനത്തെ മിക്സ്. ജീരകം, ഇത് കുരുമുളക്, കൊടപ്പുളി, പുളി, വാളംപുളി, മസാല മിക്സ്. മറ്റേ ബിരിയാണി മസാല എന്ന് പറഞ്ഞപ്പോ മമ്മി മേടിച്ചു കൊടുത്ത കേട്ടോ. ഇത് മറ്റേ ബേ ലീവ്സ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിട്ട് മമ്മിയോട് പറഞ്ഞിട്ട് കൊടുത്തയച്ചതാ. ബിരിയാണി ഉണ്ടാക്കുന്നേ. LG കായപ്പൊടി. അയ്യോ, ഇതെന്നെ സംഭവം എന്നറിയോ? ഇത് ടേപ്പ്, തുണി ഡ്രസ്സ് തയ്ച്ച് എടുക്കാനായിട്ട് ടേപ്പ്. ഓക്കെ, ഇത് ഒരു സ്പെഷ്യൽ സാധനമാണ്. ഞാൻ പിന്നീട് ഇത് കാണിക്കാന്നാണ് വിചാരിച്ചത്. എനിക്ക് അറിയില്ല നടപടി എന്നുള്ളത്. ഇതെന്റെ സാരിയാണ്, എൻ്റെ ഫേവറേറ്റ് സാരിയാണ്. പിന്നെ ഇതെന്താ സംഭവം എന്നറിയോ? ഇതാണ് ഹെയർ റിമൂവിങ്ങിന്റെ ഒരു മെഷീനാണ്. ഇതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് പാൻസ് ഉണ്ട്. ഇതാ നാട്ടിൽ നിന്ന് കുറച്ച് പാൻസ്, ജീൻസ്. ഇത് ഒരു ബനിയൻ. ഇതൊരു ബനിയൻ. അങ്ങനെ. പിന്നെ ഇതെന്തുവാ? ഇതും ഒരു ബനിയൻ. ഇതെന്നതാ? ഇതൊരു ബനിയൻ. അതെ, ഇതും ഒരു ബനിയൻ. അപ്പൊ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. ആ പെട്ടി കാര്യമായി. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.